വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ക്ഷീണം മാറിപ്പോകട്ടെ, രോഗം മാറിപ്പോകട്ടെ, വിടുതലുണ്ടാകട്ടെ, നിന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ബലഹീനതകൾ മാറട്ടെ, പിരിമുറുക്കങ്ങൾ മാറട്ടെ, വിടുതലുണ്ടാകട്ടെ, നിന്നിൽ വിടുതലുണ്ടാകട്ടെ. ഭയമെല്ലാം മാറിപ്പോകട്ടെ, ആശങ്കകൾ മാറിപ്പോകട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. കൈകൾ കാലുകൾ ബലപ്പെടട്ടെ, നാഡീനരമ്പുകൾ ബലപ്പെടട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. അവയവങ്ങൾ എല്ലാം ജീവിക്കട്ടെ, സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. വചനത്തിൻ ബലം എന്നിൽ കവിഞ്ഞിടട്ടെ, ക്ഷീണിച്ച ആത്മാവും ജീവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. യേശുവിൻ ശക്തി എന്നിൽ നിറഞ്ഞിടട്ടെ, ക്രൂശിലെ നീണമെന്നെ പൊതിഞ്ഞിടട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യേശു അവനോട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം പറയുന്നു. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. നീതി എവിടെയുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എവിടെ വ്യാപരിക്കുന്നോ അവിടെ ദൈവരാജ്യമായി മാറും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രാജാവ് ആരാണ്? അത് യേശു ക്രിസ്തു രാജാവായി ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഈ രാജ്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല, പകരം ഇത് അദൃശ്യമായ ഒരു രാജ്യമാണ്. പിശാചിൻ്റെ രാജ്യവും ലോകവും നമുക്ക് കാണാൻ കഴിയില്ല, ദൈവരാജ്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ അധിപൻ യേശു ക്രിസ്തുവാണ്. എങ്ങനെ യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ അധിപനായി? അവൻ ദൈവരൂപത്തിലിരിക്കെ, ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം യേശു ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അവൻ്റെ നാമത്തിനു മുമ്പിൽ മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പറയുകയും ചെയ്യേണ്ടി വരും. വേറൊരു ഭാഗത്ത് പറയാം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കത്തക്കണം തിരഞ്ഞെടുക്കിയിരിക്കുകയാണ് ദൈവരാജ്യത്തിൽ രാജകീയ പുരോഹിത വർഗമായി.
എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. എങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യം, മക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് നമുക്കൊരു ജനനം സംഭവിച്ചു, പുതിയതായി ജനിച്ചു. എങ്ങനെ ജനിച്ചു? നാം ഭൂമിയിൽ മാതാപിതാക്കൾക്ക് ജനിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ, രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ നമ്മെ വിട്ട് മാറിപ്പോയി ദൈവമകനായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവ രാജ്യത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. നാം ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, ഇത് കാണപ്പെടുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ, ഈ കാണപ്പെടുന്ന രാജ്യത്തെ എല്ലാ നിയമങ്ങളും നാം അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ദൈവിക പൈതൽ എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നാം പാർക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും രാജ്യത്തിന് പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും കരം കൊടുക്കേണ്ടിടത്ത് കരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരനായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അദൃശ്യമായ ഒരു രാജ്യത്തിൻ്റെ പൈതലൂടായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പൗരത്വം ഇവിടെ അല്ല, നമുക്കിവിടെ സ്ഥിരവാസമില്ല. നാം ജീവിച്ചിരിക്കുന്ന അത്രയും കാലേ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാം. നമ്മുടെ ശാരീരികമായി മരണപ്പെട്ട് നാം നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ നിത്യമായ ഒരു രാജ്യത്തിന് അവകാശിയായി മാറുകയാണ്. അപ്പോൾ തന്നെ എങ്ങനെ ഈ ഭൂമിയിൽ ദൈവരാജ്യം നമുക്ക് കാണാൻ കഴിയും എന്നതാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. ഇവിടെ ആ രാജ്യമുണ്ട്, അത് അദൃശ്യമായ രാജ്യമാണ്. യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായി വസിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്, വിടുതലുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ദൈവവചനം അനുസരിക്കുന്ന പാപക്ഷമ, നിത്യജീവനൊക്കെ അവകാശിയായി തീരാൻ പറ്റും. ഒത്തിരി നിയമങ്ങൾ അതിനകത്തുമുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗമായി നാം തീരുന്നത് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗ്ഗമില്ല, ഒരു സഭ, ഒരു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരാൻ കഴിയും. യേശു അവനോട്, ആമീൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പുതിയതായി ജനിക്കണം. എങ്ങനെ ജനിക്കണം? യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആർക്കും അല്ലാത്തവർക്ക് കാണാൻ കഴിയത്തില്ല ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കാനും ദൈവം നമുക്ക് ഭാഗ്യാവസരം തരും. അപ്പോൾ തന്നെ നിക്കോദിമസ് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. യേശു അപ്പോൾ പറയാണ്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും പിന്നെ എങ്ങനെ ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ വെള്ളത്താലുള്ള സ്നാനം അപ്പം തന്നെ എന്ത് ചെയ്യാണ്? ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ജനനം, ഒരു പുതുജനനം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പോലെ പ്രവചിക്കുന്നവരും പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെടും. അപ്പം പരിശുദ്ധാത്മാവ് യേശുവിനെ സ്വീകരിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ തെളിവെന്താ? നമുക്ക് മറ്റൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തവർ ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വന്ന് സ്നേഹിക്കാൻ തുടങ്ങും. ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. ദൈവിക നിയമങ്ങൾ നമുക്ക് അനുസരിക്കുന്നവരായി ദൈവരാജ്യത്തിൻ്റെ വ്യക്താക്കളായി ഭൂമിയിൽ ജീവിക്കും. പാപത്തെ വെറുത്ത് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാം. അപ്പം ആത്മാവിനാലും വേണം, ആ പരിശുദ്ധാത്മാവിനാൽ ഒരു പുതുജനനം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, നീതിയാണ്. അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് നീതിയാണ്. നീതിയും സമാധാനം, വലിയ സമാധാനം അവിടെ ഉണ്ടാകുകയാണ്.
പരിശുദ്ധാത്മാവിൽ വലിയ സന്തോഷം വരികയാണ്. രാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ നമുക്ക് യേശുവിനെ കൈക്കൊള്ളാം. ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തൊരു വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചാൽ നിങ്ങൾ പുതിയതായി ജനിക്കുകയാണ്, ദൈവ പൈതലായി മാറുകയാണ്. അവനെ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ച് നിങ്ങൾ ദൈവമക്കളായി ഒരു പുതുജനനം സംഭവിക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾവിക്കാരായ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ദൈവമക്കൾ, യേശുവിനെ സ്വീകരിച്ചവർ, ആ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളൂടെ അനുസരിക്കാൻ, ദൈവവചനം അനുസരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കരം പിടിച്ച് നിത്യതയോളം യാത്ര ചെയ്യാൻ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യകരമായ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം ദൈവ മക്കളായി തീരാനുള്ള ഭാഗ്യവും അധികാരവും തന്നതിനായി സ്തോത്രം. രക്തത്തിൽ നിന്നുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പുതുജനനം, ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ.